സ്ലേറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ, പത്രത്താളൊരുക്കാം. ഈ ഒരു ചാപ്റ്ററിലൂടെ മാഗസിനിലെ പേജുകൾ ഡിസൈൻ ചെയ്യുക, അതേപോലെ പത്രത്തിന്റെ പേജ് ഡിസൈൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സ്ക്രൈബസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ മോഡൽസ് നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ? അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു ചോദ്യം നോക്കി നോക്കാം. ഓപ്പൺ ദ ഫയൽ id_card.sla given in exam 10 documents in Scribus and prepare an identity card similar to the model using the instructions given below. എക്സാം 10 ഡോക്യുമെന്റ്സിൽ നൽകിയിരിക്കുന്ന id_card.sla എന്ന ഫയൽ സ്ക്രൈബസിൽ തുറന്ന് താഴെ നൽകിയിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് മാതൃകയിലേതുപോലെ ഒരു ID കാർഡ് തയ്യാറാക്കുക. ഇതേപോലെ ഒരു ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കണം. ഹിൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? The image required for the card is provided in the images 10 folder with the name kid.jpg. ഈ ഒരു ചിത്രം kid.jpg എന്ന പേരിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ചിത്രത്തിന് ബോർഡർ ചേർക്കുക. ചിത്രത്തിന് ഇതേപോലെയുള്ള ഒരു ബോർഡർ ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആഡ് എ ബോർഡർ ടു ദ ഇമേജ്. ഇൻക്ലൂഡ് ദ ചൈൽഡ്സ് ഡീറ്റെയിൽസ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഇതേപോലെ ചൈൽഡിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ചേർക്കണം. കുട്ടിയുടെ വിവരങ്ങൾ മാതൃക പോലെ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം എക്സ്പോർട്ട് ദ പ്രിപ്പയർഡ് ഫയൽ ഇൻ PDF ഫോർമാറ്റിലേക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം എന്ത് വേണം? നമ്മളോട് ഇവിടെ പറഞ്ഞത് ഓൾറെഡി നമ്മൾക്കൊരു SLA ഫയൽ മീൻസ് സ്ക്രൈബസിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫയലാണ്. അത് തന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമായുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഫയൽസ് ഉണ്ട്. ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ക്രൈബസ് ആണ് ഓപ്പൺ ചെയ്തത്. സ്ക്രൈബസ് ഓപ്പൺ ചെയ്തിട്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്രൈബസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ഷോ ആപ്ലിക്കേഷൻസ്, ഇവിടെ സ്ക്രൈബസ് എന്ന് സെർച്ച് ചെയ്യുന്നു. സ്ക്രൈബസ് അത് ഓപ്പൺ ചെയ്യാം. സ്ക്രൈബസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ഫയൽ തന്നിട്ടുണ്ട്. അതിങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യേ വേണ്ടു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ഒന്ന് ഓക്കെ കൊടുത്ത് വിടുന്നു. അതിനുശേഷം ഫയലിൽ ഓപ്പൺ കൊടുക്കുക. മീൻസ് നമുക്കൊരു SLA ഫയൽ, ഒരു സ്ക്രൈബസിൽ തയ്യാറാക്കിയ ഒരു ഫയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാൻ ഫയലിൽ ഓപ്പൺ കൊടുത്താൽ മതി. എന്നിട്ട് എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ഹോം ഇത് എവിടെയുണ്ട്? ഹോമിൽ എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്. അതിലേക്ക് വരിക. അതിൽ id_card.sla ഒന്നിക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക? നേരെ ഈ ഫോൾഡറിലേക്ക് നിങ്ങൾ താഴെ നിന്ന് നേരെ ഫയൽസ് എടുത്ത് നേരെ ആ ഫോൾഡറിലേക്ക് പോയിട്ട് ആ ഒരു SLA ഫയൽ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ഒരു ഫയൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെ കാണാം. നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്ത ആ ഒരു ഫയലിന്റെ ആ ഒരു പാത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന നമുക്ക് തന്നിട്ടുള്ള ഫയൽ. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറയുന്നത്? കാർഡിലേക്ക് ആവശ്യമായ ചിത്രം ഇമേജസ് 10 ഫോൾഡറിൽ kid.jpg എന്ന പേരിൽ തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. kid.jpg എന്ന പേരിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രൈബസ് ഫയലിലേക്ക് നമുക്കൊരു ചിത്രം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് ഫ്രെയിം വേണം. ഇവിടെ ടൂൾ ബാറിൽ നമുക്കിവിടെ ഇമേജ് ഫ്രെയിം ആഡ് ചെയ്യാനുള്ള ഇമേജ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നമുക്ക് ഇമേജ് വേണ്ടത് അവിടെ ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമേജ് ഫ്രെയിം കാണാം. ഇങ്ങനെ ക്രോസ് മാർക്ക് കാണാൻ പറ്റും. ഇത് ഇമേജ് ഫ്രെയിം ആണ്. ഈ ഇമേജ് ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഇമേജ് കൊണ്ടുവരണം. ഇമേജ് കൊണ്ടുവരാൻ ഒന്നിക്കൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോണ്ടന്റിൽ ഗെറ്റ് ഇമേജ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഇമേജ് ഫ്രെയിമിന്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഹോമിലേക്ക് വരുന്നു. ഹോമിൽ ഇമേജസ് 10 എന്ന ഫോൾഡർ ഉണ്ട്. ഇമേജസ് 10 അതിലേക്ക് വരുന്നു. അതിൽ നമുക്ക് ഇവിടെ ആയിട്ട് kid.jpg എന്ന് പറഞ്ഞ ഫയൽ കാണാം. അതൊന്നിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇമേജ് കാണുന്നില്ല. കാരണം ആ ഇമേജ് നമ്മുടെ ഒരു ഫ്രെയിമിന്റെ അകത്ത് ഫിറ്റ് ആയിട്ടല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഇമേജ് കാണാത്തത്. അതേപോലെ ഇവിടെ ഒരു സിമ്പലും കാണാം. അപ്പോൾ ആ ഒരു ഇമേജിനെ നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റായി കിട്ടാൻ വേണ്ടി ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇമേജ് ഫ്രെയിമിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ഉണ്ട്. ഇമേജിനെ ഫ്രെയിമിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം അത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ട് ഇമേജ് വന്നോളും. ക്ലിയർ? ഇനി നമ്മളോട് പറയുന്നത് ആഡ് എ ബോർഡർ ടു ദ ഇമേജ്. ചിത്രത്തിന് ബോർഡർ ചേർക്കുക. ഇപ്പം നമ്മൾ ഇതിങ്ങനെ കാണുമ്പം ഇവിടെ ഒരു ബോർഡർ ഉള്ളത് പോലെയൊക്കെ തോന്നും. സത്യത്തിൽ ഇവിടെ ഒരു ബോർഡർ ഇല്ല. ഓക്കെ, അത് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കൽ ഇവിടെ ആയിട്ട് ഒരു കണ്ണ് കണ്ടോ? പ്രിവ്യൂ മോഡ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ PDF ഒക്കെ ആക്കി മാറ്റുന്ന സമയത്ത് എങ്ങനെ കാണും എന്നുള്ളത് ഇങ്ങനെ ഈ ഒരു പ്രിവ്യൂ മോഡിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ.
അവിടെ ഒരു ബോർഡർ ഒന്നും സത്യത്തിലില്ല. അത് നമുക്ക് ആ ഒരു ഇമേജ് ഫ്രെയിം കൃത്യമായിട്ട് കാണുന്നത് മാത്രമാണ്. ഓക്കെ, ഞാൻ വീണ്ടും പ്രിവ്യൂ മോഡ് ഓഫ് ചെയ്യുന്നു, എന്നാലേ നമുക്ക് എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റൂ. ഇതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിതിനൊരു ബോർഡർ കൊടുക്കാൻ 2 മാർഗം പറഞ്ഞുതരാം. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കുക. ഓക്കെ, സ്ട്രോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കളേഴ്സ് ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോയിൽ കളേഴ്സ് ഉണ്ട്. ഇനി അഥവാ ഈ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വിൻഡോസിൽ വന്നാലും പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഓർമ്മ കിട്ടുന്നത്, 2 പഠിച്ച് വെക്കുക, ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് ചെയ്താൽ മതി. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ കുറേ ടാബുകൾ ഉണ്ട്. അതിൽ കളേഴ്സിൽ വരിക. കളേഴ്സിൽ ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബോർഡർ ആണ്. സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുക, ബ്ലാക്ക് ചൂസ് ചെയ്യുക. ഇനി ഒന്ന് പ്രിവ്യൂ മോഡ് നോക്കിയേ, ചുറ്റും ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഒന്നിക്കൽ ഇങ്ങനെ നിങ്ങൾക്ക് ബോർഡർ ചെയ്യാം, ബോർഡർ കൊടുക്കാം. അല്ലെങ്കിൽ ഷേപ്പ് ടൂളില്ലേ, ടൂൾ ബാറിൽ ഷേപ്പ് ടൂൾ എടുത്തിട്ട് ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ആ ഷേപ്പിന് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു സ്ട്രോക്ക് കൊടുക്കുക. ഞാനിപ്പോൾ വേറെ ഒരു കളർ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് റെഡ് കൊടുക്കുന്നു. ഓക്കെ, ഞാനിവിടെ റെഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് പ്രിവ്യൂ മോഡ് ഇവിടെ ഓൺ ചെയ്യാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരു റെഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ കൃത്യമായിട്ട് അവിടെ ഒരു ഷേപ്പ് ആണെങ്കിൽ ഷേപ്പ് അത് വരച്ച് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി എന്താ പറയുന്നത്, കുട്ടിയുടെ വിവരങ്ങൾ മാതൃകയിൽ ഉള്ളതുപോലെ ചേർക്കുക. ഇൻക്ലൂഡ് ദ ചൈൽഡ്സ് ഡീറ്റെയിൽസ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഇവിടെ നെയിം, കുട്ടിയുടെ നെയിം നേരെ കൊടുക്കുക. അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ നമ്പർ കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ആണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. ടെക്സ്റ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, നേരെ ഇവിടെ ടി ഉണ്ട് അല്ലേ, അതായത് ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ട്. ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുക. എവിടെയാണോ ടെക്സ്റ്റ് ചേർക്കേണ്ടത് അവിടെ ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ആവശ്യമായുള്ള ടെക്സ്റ്റ് ചേർക്കുക. നെയിം എന്ന് കൊടുക്കുന്നു, ഒരു സ്പേസ് ഇടുന്നു, ഒരു കോളൻ ഇടുക, അർജുൻ. താഴെ AD നമ്പർ 1 2 3 4 അത്രയല്ലേ ഉള്ളൂ. അത്രയും ചേർത്തു. ഇനി കണ്ടില്ലേ, ഇത് ഇവിടെ സെന്ററിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. സെന്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെയുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് വിൻഡോ ഒന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ ഒന്നും തന്നെ അലൈൻ ചെയ്യാൻ കറക്റ്റ് പറ്റില്ല. ടെക്സ്റ്റിനെ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കണം. അതിന് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഒന്ന് ടിക്ക് കൊടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കിട്ടുന്നത്. ടെക്സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അലൈൻമെന്റും അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെങ്കിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കിട്ടും. ഇതിൽ ഇവിടെയായിട്ട് നമുക്ക് സെന്ററിലേക്ക് അലൈൻ ചെയ്യാൻ, അലൈൻ ടെക്സ്റ്റ് സെന്റർ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ നടുവിലേക്ക് അലൈൻ ചെയ്ത് കിട്ടും. ഇനി അർജുൻ എന്ന ഈ ഒരു പേര് കുറച്ച് ബോൾഡ് ആയിട്ടാണുള്ളത്, കട്ടി കൂടിയിട്ടാണുള്ളത്. അത് സെറ്റ് ചെയ്യാൻ അർജുൻ എന്ന ഈ ഒരു ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ബുക്ക് എന്ന് കാണാം. ഈ ബുക്ക് മാറ്റിയിട്ട് ബോൾഡ് കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടി കൂടി. ഇനി നിങ്ങളോട് ഫോണ്ടൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടാണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ ഒരു 12 PT ഇല്ലേ, അത് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഷാഡോ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷാഡോ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും നമ്മളോട് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആ കറക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. ഇനി എക്സ്പോർട്ട് പ്രിപ്പയർഡ് ഫയൽ ഇൻ PDF ഫോർമാറ്റ്. PDF ഫോർമാറ്റിൽ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ID കാർഡ് എന്ന പേരിൽ നമുക്കിത് സേവ് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടില്ലേ, എക്സ്പോർട്ട് ദ പ്രിപ്പയർഡ് ഫയൽ PDF ഫോർമാറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലാണ് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഫയലിലേക്ക് വരിക, ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കുക. നേരെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളോട് EPS ആക്കാൻ പറഞ്ഞിട്ട് EPS, PDF ആക്കാൻ പറഞ്ഞിട്ട് PDF, ഇമേജ് ആക്കാൻ പറഞ്ഞിട്ട് ഇമേജ്, SVG എന്താണോ പറഞ്ഞത് അത്. നമ്മളോട് ഇവിടെ പറഞ്ഞത് PDF ആക്കാനാണ്. സോ PDF ചൂസ് ചെയ്യുന്നു. എവിടെയാണ് നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് പാത്ത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായുള്ള ഫോൾഡർ ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഹോമിൽ നമ്മളോട് പറഞ്ഞത് എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ്. അതിലേക്ക് വരിക. ഇവിടെ കൃത്യമായിട്ട് പേര് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, _ കൊടുക്കുന്നു. പേര് കൊടുക്കാൻ പറഞ്ഞത് ID കാർഡ് എന്നാണ്. ID കാർഡ് എന്ന് കൊടുക്കുന്നു. .pdf എന്ന എക്സ്റ്റൻഷൻ അവിടെ നിന്നോട്ടെ. ഇനി അഥവാ അത് അവിടെ ഇല്ല എങ്കിലും അവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല. കാരണം ഇവിടെ കണ്ടില്ലേ, താഴെ കാണാം PDF ഫോർമാറ്റിൽ തന്നെയാണ് അത് എക്സ്പോർട്ട് ആവുന്നത്. ക്ലിയർ?
ഇനി സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ മാത്രം പോരാ, അത് എക്സ്പോർട്ട് കറക്റ്റ് ആവില്ല. നമ്മൾ പാത്ത് മാത്രമേ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു സേവ് ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യണം. കഴിഞ്ഞു. ഇതോടുകൂടി അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, സേവ് മീൻസ് അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഫയൽ നമുക്ക് വേണ്ട, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് സേവ് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് നമ്മുടെ പ്രൊജക്ട് ഫയലാണ്, ഇത് സേവ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ് വിത്തൗട്ട് സേവിങ്. എക്സ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? പരിപാടി കഴിഞ്ഞു. പ്രിപ്പയർ എ മാഗസിൻ പേജ് ഇൻ സ്ക്രൈബസ് ആസ് ഇൻ ദ മോഡൽ അക്കോർഡിംഗ് ടു ദ ഹിന്റ്സ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ഒരു മാഗസിൻ പേജ് മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ക്രൈബസിൽ തയ്യാറാക്കുക. ഇതേപോലെ. The required text is given in the exam time documents folder as galaxy.txt. ആവശ്യമായ വാചകങ്ങൾ എക്സാം ടൈം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ galaxy.txt എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. അറേഞ്ച് ദ കോണ്ടന്റ്സ് ഇൻ 3 columns. ഗ്യാപ്പ് 4 mm കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഉള്ളടക്കം 3 കോളങ്ങളാക്കി ക്രമീകരിക്കുക. ഇടയിലുള്ള അകലം, അതിന്റെ ഗ്യാപ്പ് 4 mm ആക്കി കൊടുക്കുക. അഡ്ജസ്റ്റ് ദ സൈസ് ആൻഡ് കളർ ഓഫ് ദ ലെറ്റേഴ്സ് ആസ് ഇൻ ദ മോഡൽ. അതിന് കറക്റ്റായിട്ട് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, സംശയമില്ലല്ലോ. എന്നിട്ട് എന്താ പറയുന്നത്, ഗാലക്സിയുടെ ചിത്രത്തിനായി ഇമേജസ് 10 ഫോൾഡറിലുള്ള galaxy.png എന്ന ചിത്രം, ഈ ഒരു ചിത്രം നമുക്ക് അവിടെ ഇമേജസ് 10 ഫോൾഡറിൽ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. ചിത്രത്തിന് ചുറ്റുമായി വാചകങ്ങൾ ക്രമീകരിക്കുക. അറേഞ്ച് ദ ടെക്സ്റ്റ് അറൗണ്ട് ദ ഇമേജ് ആസ് ഇൻ ദ മോഡൽ. ഇതേപോലെ അറേഞ്ച് ചെയ്യുക, PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. നമുക്ക് ഓൾറെഡി ഒരു ഫയലൊന്നും തന്നിട്ടില്ല, നമ്മളോട് തന്നെ സ്ക്രൈബസ് ഓപ്പൺ ചെയ്തിട്ട് പണി അങ്ങോട്ടേക്ക് തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നേരെ സ്ക്രൈബസ് ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു. ഷോ ആപ്ലിക്കേഷൻസ് വഴി സ്ക്രൈബസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. SC എന്ന് അടിക്കുമ്പോൾ തന്നെ വരും. സ്ക്രൈബസ് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ ന്യൂ ഡോക്യുമെന്റ് എന്നൊരു വിൻഡോ ആണ് കാണുന്നത്. സൈസ് ഒക്കെ A4, ഓറിയന്റേഷൻ പോർട്രേറ്റ് ആണുള്ളത്. ഞാനിവിടെ മാർജിൻ ഒന്നും മാറ്റം വരുത്തുന്നില്ല, സിംഗിൾ പേജ് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പേജ്. ഈ ഒരു പേജിലേക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ടെക്സ്റ്റുകൾ, അതായത് എഴുത്തുകൾ നമുക്ക് കൊണ്ടുവരണം. എഴുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം വേണം. ടെക്സ്റ്റ് ഫ്രെയിമിന് ഇവിടെയായിട്ട് ടെക്സ്റ്റ് ഫ്രെയിം കാണാം. ഈ ടൂൾ ബാറിലുള്ള ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുക. നമ്മുടെ കീബോർഡിൻ്റെ അകത്തുള്ള കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മൗസിന്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്യാം. ഞാനിതാ ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാണ്. ടെക്സ്റ്റ് ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ്. ടെക്സ്റ്റ് ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ഫ്രെയിം വന്നു. ഇനി ഈ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എന്നാൽ ഞാൻ ആദ്യം തന്നെ ഈ 3 കോളങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടി പോവാണ്. 3 കോളങ്ങളായിട്ട് തിരിക്കാൻ ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരിക. ചിലപ്പോൾ ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോണ്ടന്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഈ കോണ്ടന്റ് പ്രോപ്പർട്ടീസിൻ്റെ നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വരും. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ താഴോട്ടായിട്ട് കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് എന്ന് കാണാം. ഇതിലേക്ക് വരിക, ഈ ടാബിലേക്ക് വരിക. ഇവിടെ നമുക്ക് എത്ര കോളമാക്കി തിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൽ നോക്കുക, 3 കോളമാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, 3 എന്ന് കൊടുക്കുക. 3 കൊടുത്തു. അപ്പം തന്നെ ഇവിടെ 3 കോളമായിട്ടുണ്ട്. ഈ കോളങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് ഇവിടെ തന്നിട്ടുണ്ട് 4 mm. കണ്ടില്ലേ, 4 mm എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിന്റെ നേരെ 0 ആണുള്ളത്, അതൊന്ന് കൂട്ടിയിട്ട് 4 ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു കോളങ്ങൾക്കിടയിൽ കൃത്യമായുള്ള ഗ്യാപ്പ് വന്നു. ഇനി നമുക്ക് ആവശ്യമായുള്ള ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് galaxy.txt എന്ന ഫയലിലാണ് ടെക്സ്റ്റുകൾ ഉള്ളത്. അത് എക്സാം ടൈം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റിനെ കൊണ്ടുവരാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോണ്ടന്റ് എടുക്കുക, ഗെറ്റ് ടെക്സ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, കോണ്ടന്റ്, ഗെറ്റ് ടെക്സ്റ്റ്. എവിടെയാണുള്ളതെന്ന് ചോദിക്കും. നമ്മളിവിടെ ഹോമിലേക്ക് വരുന്നു. ഹോമിലെ എക്സാം ടൈം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. എക്സാം ടൈം ഡോക്യുമെന്റ്സ്, അതിൽ galaxy.txt ഒന്നൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ടെക്സ്റ്റ് ഒക്കെ തന്നെ അലൈൻ ചെയ്തിരിക്കുന്നത് ഈ 2 ഭാഗത്തും കറക്റ്റ് ഫിറ്റ് ആവുന്ന വിധത്തിലാണ്. ആ രീതിയിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ മുതൽ അവസാനം വരെ സെലക്ട് ചെയ്തു, മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ഇവിടെയായിട്ട് അലൈൻ സെൻറ്റർ ഉണ്ട്, അലൈൻ റൈറ്റ് ഉണ്ട്. ഓൾറെഡി അതുള്ളത് അലൈൻ ലെഫ്റ്റിലാണ്. ഇതിനെ ഞാൻ ജസ്റ്റിഫൈഡ് കൊടുക്കുന്നു. ടെക്സ്റ്റ് അലൈൻ ഫോസ്റ്റ് ജസ്റ്റിഫൈഡ്. അതിൽ ഇവിടെയായിട്ട് അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈഡ് ഉണ്ട്, അത് കൊടുക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഈ 2 ഭാഗവും ഒരേപോലെ, അതായത് ഈ ഒരു സൈഡിൽ നേരെ, ഈ സൈഡിൽ നേരെ, അങ്ങനെ 3 കോളത്തിലും കറക്റ്റ് ജസ്റ്റിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്.
ക്ലിയർ? ഇതിപ്പോൾ ഇംഗ്ലീഷാണ് തന്നത്, അതുകൊണ്ട് നമ്മളിവിടെ ഫോണ്ടിലോ ഒന്നും വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇനി മലയാളം ടെക്സ്റ്റ് ആണെങ്കിൽ ലാംഗ്വേജ് മാറ്റി ജസ്റ്റ് മലയാളം കൊടുക്കുക, ആവശ്യമായുള്ള ഫോണ്ടൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ആവശ്യമായ വാചകങ്ങളൊക്കെ നമ്മളത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡിങ് കൊടുക്കാം. ചിത്രം നമുക്ക് അവസാനം ആഡ് ചെയ്യാം. ഞാൻ ഇനി ഒരു ഹെഡിങ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഹെഡിങ് കൊടുക്കാൻ വീണ്ടും ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുന്നു. ഇവിടെയായിട്ട് ഒരു ടെക്സ്റ്റ് ഫ്രെയിം ഞാൻ കൊടുക്കുന്നു. ക്ലിയർ? ഇതിന് നടുവിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്ററിൽ ഗാലക്സി എന്ന് ടൈപ്പ് ചെയ്യാം. ഗാലക്സി ടൈപ്പ് ചെയ്തിട്ട് ഇതിന് ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. മുഴുവനായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വലുതാക്കണം. വലുതാക്കാൻ ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ഇവിടെ 12 PT ആണ് ഫോണ്ട് സൈസ്, അത് കൂട്ടി കൊടുക്കുക. അതിനെന്തെങ്കിലും പ്രത്യേക ഫോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് ഫോണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ഫോണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഫോണ്ടൊന്നും പറയാത്തത് കൊണ്ട് ഞാനിവിടെ വേറെ ഫോണ്ടൊന്നും കൊടുക്കുന്നില്ല, നിലവിലുള്ള ഫോണ്ട് തന്നെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് കളർ മാറ്റി കൊടുക്കണം, ചുവപ്പാക്കി കൊടുക്കണം. ചുവപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്നിങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയിൽ തന്നെ ഇവിടെയായിട്ട് കളേഴ്സ് ആൻഡ് എഫക്ട്സ് ഉണ്ട്, അതിലേക്ക് വരിക. അവിടെ ഓൾറെഡി ഉള്ളത് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് മാറ്റിയിട്ട് റെഡ് ആക്കുന്നു. അപ്പോൾ റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഷാഡോ വേണം. ഷാഡോ കിട്ടാൻ വേണ്ടി ഒന്നുകൂടി ഇതിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കളേഴ്സ് ആൻഡ് എഫക്ട്സ് എന്ന ടാബിൽ തന്നെ ഇവിടെ ഒരു എസ് എന്നൊരു സിമ്പിൾ കണ്ടോ, അതാണ് നമുക്ക് ഷാഡോ കൊടുക്കാനുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷാഡോ വരും. ഷാഡോ ബ്ലാക്ക് ഷാഡോ ആണ്, നമ്മുടെ ചോദ്യത്തിലും ബ്ലാക്ക് ഷാഡോ തന്നെയാണ് ഉള്ളത്. ഓക്കെ, വേറെ ഏതെങ്കിലും കളർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കിതാ ഇവിടെ കണ്ടില്ലേ ഈ ബ്ലാക്ക് ഇല്ലേ, ഈ ബ്ലാക്ക് മാറ്റിയിട്ട് ആവശ്യമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷാഡോൻ്റെ കളർ മാറും. ഇതിനെ ഞാൻ കുറച്ച് നടുവിലേക്ക് മാറ്റി വെക്കുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്യാനുള്ള സെലക്ട് ഐറ്റം എന്ന ടൂൾ എടുത്തിട്ട് ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടുവിലേക്ക് മാറ്റി വെക്കാം. ക്ലിയർ? ഇനി ഒന്ന് ചോദ്യം നോക്കിയാൽ മനസ്സിലാവും. താഴെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. ലൈന് വരയ്ക്കാൻ നമുക്കിവിടെ ടൂൾ ബാറിൽ ലൈൻ ടൂൾ ഉണ്ട്. ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും. കൃത്യമായിട്ട് അത് നേരെ വരണമെന്നില്ല. നേരെ കിട്ടാൻ വേണ്ടി കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് വലിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നേരെ വലിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നേരെ വളഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഞാൻ ഇത്ര വരെ വലിക്കുന്നു, റിലീസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അവിടെ കറക്റ്റ് ലൈന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ലൈനിന് തിക്നെസ് ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ, നിലവിൽ ഇവിടെ തിക്നെസ് കൂട്ടാനൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. ലൈന്, ഷേപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് എടുക്കേണ്ടത്. ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കോണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നത്. ഇവിടെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഇവിടെ ലൈൻ എന്ന ടാബ് കാണാം. ഇവിടെ കണ്ടില്ലേ ലൈൻ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ഇതിന്റെ വിഡ്ത്ത് കൂട്ടാം. ലൈൻ വിഡ്ത്ത് ഇവിടെ കൂട്ടിക്കൊടുക്കാം. കണ്ടില്ലേ? കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയതുപോലെ കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? ഞാനിപ്പോൾ ഇത്രയാക്കി വെക്കും. ഇനി നമുക്ക് നമ്മുടെ ചിത്രം ആഡ് ചെയ്യാം. ചിത്രം ആഡ് ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് galaxy.png എന്ന ചിത്രം ഇമേജസ് 10 ഫോൾഡറിലുണ്ട്. ഒരു ഇമേജ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇമേജ് ഫ്രെയിം വേണം. ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്യാം. ചോദ്യം കൃത്യമായിട്ട് നോക്കുക. ഈ 3 കോളത്തിന്റെ ഉള്ളിലേക്കും വരുന്ന വിധത്തിലാണ് അത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു. ഇനി ഇമേജ് ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇമേജ് കൊണ്ടുവരാൻ നടുവിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോണ്ടന്റിൽ ഗെറ്റ് ഇമേജ് കൊടുത്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോണ്ടന്റിൽ ഗെറ്റ് ഇമേജ്. ഇമേജ് എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിൽ വരിക. ഹോമിൽ ഇമേജസ് 10 എന്ന ഫോൾഡർ ഉണ്ട്. അതിൽ galaxy.webp ഇതാണ് ഇമേജ്. ചിലപ്പോൾ PNG ആയിരിക്കും, ചിലപ്പം JPG ആയിരിക്കും, ഏതോ ആയിക്കോട്ടെ. തന്നിട്ടുള്ള ആ ഒരു ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇമേജ് വന്നിട്ടുണ്ട്, പക്ഷേ ഇമേജ് കറക്റ്റ് ഫിറ്റ് അല്ല. ആ ഒരു ഇമേജ് ഫ്രെയിമിന് കണക്കായിട്ട് ഫിറ്റ് അല്ല. അതുകൊണ്ട് ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കൊടുക്കാം. അപ്പോൾ ഇമേജ് ഫ്രെയിമിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. കറക്റ്റായി. ഇനി ഇമേജിനെ കുറച്ചുകൂടി ഒന്ന് റെസല്യൂഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രിവ്യൂ സെറ്റിംഗ്സിൽ ഫുൾ റെസല്യൂഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രിവ്യൂ കുറച്ചും കൂടി ഫുൾ റെസല്യൂഷനിൽ കാണാം. ചെറിയൊരു വ്യത്യാസം കാണും. വേണമെങ്കിൽ കൊടുത്താൽ മതി, ചോദ്യത്തിൽ അങ്ങനെ പറഞ്ഞില്ല.
ഇനി എന്താ വേണ്ടേ? ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഈ ഒരു ചിത്രത്തിന് ചുറ്റുമായിട്ട് ടെക്സ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ, ചിത്രത്തിന് ചുറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് ഇല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് കൊടുക്കുക. പ്രോപ്പർട്ടീസിൽ ഷേപ്പ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ഷേപ്പ് എന്ന ടാബ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫ്ലോ ഉണ്ട്. ടെക്സ്റ്റ് ഫ്ലോ കുറേ കാണാം. അതിലിവിടെ രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഷേപ്പ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഷേപ്പിന്റെ ചുറ്റുമായിട്ട് ആ ടെക്സ്റ്റ് ഫ്ലോ വന്നിട്ടുണ്ട്. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അതിനിങ്ങനെ അടുപ്പിച്ചിട്ടല്ല ഉള്ളത്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ചുറ്റിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിന് മുകളിൽ ഒന്നിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷേപ്പിൽ തന്നെ എഡിറ്റ് ഉണ്ട്. ഇവിടെ എഡിറ്റ് ഉണ്ട്, എഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ബ്ലൂ കളറിൽ നോഡ് വരും. ഈ നോഡിനെ പിടിച്ച് കുറച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ ഓക്കെ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഒന്നിക്കൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് കോണ്ടൂർ ലൈൻ യൂസ് ചെയ്തിട്ട് ആ കോണ്ടൂർ ലൈനിനെ പിടിച്ച് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ ഈ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന കാണാൻ ഇവിടെ പ്രിവ്യൂ മോഡ് ഉണ്ട്. ഈ ഒരു കണ്ണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു കണ്ണ് കുത്തി കൊടുത്താൽ കൃത്യമായിട്ട് അത് കാണാം. കറക്റ്റ് അല്ലേ? നമ്മളിവിടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയലിലേക്ക് വരിക. ഫയലിൽ എക്സ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ടിന്റെ നേരെ സേവ് ആസ് PDF ഉണ്ട്. PDF ആക്കി മാറ്റാൻ പറഞ്ഞതുകൊണ്ട് ഫയലിൽ എക്സ്പോർട്ടിൽ സേവ് ആസ് PDF. എവിടെ സേവ് ചെയ്യണം? ഔട്ട്പുട്ട് ടു ഫയൽ. ഇവിടെ നമുക്ക് എവിടെ സേവ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ചേഞ്ച് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്യാം. ഹോമിലെ എക്സാം 10 പ്രൊഡക്ട്സിൻ്റെ അകത്ത് ഇവിടെയാണ് സേവ് ചെയ്യേണ്ടത്. കറക്റ്റ് പേര് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുന്നു. എന്താണോ ചോദ്യത്തിൽ പറഞ്ഞത് അതേ പേര് കൊടുക്കുക. ഗാലക്സി എന്ന പേര് കൊടുക്കുക. ഗാലക്സി എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, ഗാലക്സി എന്ന പേര് കൊടുത്തു, സേവ് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ പോരാ, താഴെ ഒരു സേവ് ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു.